ഇറാന്റെ ഭീഷണിയിൽ ചെങ്കടൽ സഖ്യം തകരുകയാണ്. ഇതോടെ സൗദി അറേബ്യ ഈ മേഖലയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചെങ്കടൽ സംരക്ഷണ സംവിധാനം സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. ഇതിൻ്റെ പിന്നാമ്പുറം അമേരിക്കയാണ് എന്ന അഭിപ്രായം ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അത്തരം ഒരു സംവിധാനം ഉണ്ടാക്കി. മൾട്ടിനാഷണൽ ഡിഫൻസ് കൊളീഷൻ എന്നാണ് അതിൻ്റെ പേര്. ഈ മേഖല സംരക്ഷിക്കുക, അഥവാ ചെങ്കടൽ, ബാബുൽ മന്ദബ്, ഗൾഫ് ഓഫ് ഏദൻ, ഈ മൂന്ന് മേഖലയും സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അവർ സുഖകരമായ രീതിയിൽ പെട്രോളിയം മറ്റു ലോക രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന ഏരിയയാണ്. ഈ ഏരിയയിൽ ഹൂത്തി വിഭാഗം ഇറാന്റെ നേതൃത്വത്തിൽ പ്രതിരോധമുണ്ടാക്കിയ സമയത്ത് അത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് സൗദി അറേബ്യക്കാണ്. ഇറാന്റെ നേതൃത്വത്തിൽ ഇറാന്റെ കൈവശത്തിലുള്ള ഈ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് പിന്നീട് ചെങ്കടലിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. ആ ചെങ്കടലിൽ ഈ പ്രതിരോധം ഉണ്ടായ സമയത്ത് സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ആഭ്യന്തരമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ടായി. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രധാനമായിരിക്കുന്ന ഒരു സഖ്യ സംവിധാനം, നമ്മൾ ഈ പറഞ്ഞ പോലെ മൾട്ടിനാഷണൽ ഡിഫൻസ് കൊലീഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രൂപീകരിക്കുകയും ചെയ്തു. തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത്, സുഡാൻ, ജിബൂട്ടി, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ, സോമാലിയ, ബംഗ്ലാദേശ്, സൗദി അറേബ്യയുടെ നേതൃത്വത്തിലാണ് ഇത്രയും സഖ്യങ്ങൾ അണിനിരന്നത്. അതായത് 51 രാജ്യങ്ങളെ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി സൗദി അറേബ്യ തലസ്ഥാനമായിരിക്കുന്ന റിയാദിലേക്ക് ക്ഷണിച്ചു. 43 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. എന്നാൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പരാമർശമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള വിഷയങ്ങൾ, ഇറാൻ അമേരിക്കയും വിഷയം, അതോടൊപ്പം തന്നെ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടത്, ചെങ്കടൽ ഭാവിയിൽ വരാൻ പോകുന്ന വിഷയങ്ങൾ, ഇതെല്ലാത്തിനെയും കുറിച്ച് ഒരു ചർച്ച ചെയ്യുകയും അതിനൊരു ഏകോപനം ഉണ്ടാക്കുകയും ചെയ്യുക, പ്രതിസന്ധിയോ പ്രതിരോധം ഉണ്ടാവണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ. 43 രാജ്യങ്ങൾ, 14 രാജ്യങ്ങൾ ഇതിന് പിന്തുണ അറിയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള ശേഷിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ആദ്യത്തെ തന്നെ കല്ലുകടിയായി വന്നത് UAEയും ഒമാനും ഇതിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒമാൻ എന്ന് പറഞ്ഞാൽ ഹോർമുസിൻ്റെ അതിർത്തി പങ്കിടുന്ന ഇറാനോട് ചേർന്നുള്ള രാജ്യമാണ്. അവരതിൽ പങ്കെടുത്തിട്ടില്ല. UAE ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബന്ധത്തിലല്ല, നല്ല സൗഹൃദവുമില്ല. പല വിഷയത്തിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കാറുണ്ട്. എന്നാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയോട് സഹകരിച്ചുകൊണ്ട് ഇറാനെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് UAE എന്തുകൊണ്ട് മാറി നിന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ലാതിരിക്കുകയാണ്. പിന്നീട് സൗദി അറേബ്യ ഏറ്റവും ഒടുവിലായിട്ട് പ്രസ്താവന പുറത്തിറക്കി, വാതിൽ തുറന്നിരിക്കുകയാണ്. ദേശീയ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മറ്റ് രാജ്യങ്ങൾക്ക്, ഈ പറയപ്പെട്ട 43 രാജ്യങ്ങൾക്ക് പുറമെ അന്ന് ക്ഷണിക്കപ്പെട്ട സമയത്ത് എത്താത്ത രാജ്യങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾക്കും ഇതിൽ പങ്കാളിത്തം വഹിക്കാം എന്നൊരു പ്രസ്താവന പുറത്തിറക്കി. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 2018 തന്നെ ഒരു സഖ്യ സംവിധാനം ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്: കൗൺസിൽ ഓഫ് അറബ് ആൻഡ് ആഫ്രിക്കൻ സ്റ്റേറ്റ് ബോർഡറിങ് ദി റെഡ് സീ ആൻഡ് ഗൾഫ് ഓഫ് ഏദൻ എന്നാണ് ആ സംഘത്തിൻ്റെ പേര്. അതിൽ സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ, എരിത്രിയ, യമൻ, സുഡാൻ, ജിബൂട്ടി, സോമാലിയ എന്നീ രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ ഉണ്ടായിരുന്നു. അവിടെ ഏതെങ്കിലും ഒരു അന്ന് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി കാര്യങ്ങളൊന്നുമില്ല. മറ്റേതെങ്കിലും തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഈ സോമാലിയയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില സമയത്ത് ഭീകരവാദികളുടെ ആക്രമണ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഘമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോഴത്തെ വിഷയം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, ഇറാനും അമേരിക്കയുമായി ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന ചില നീക്കുപോക്കുകൾ ഇറാൻ നടത്തുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് വലിയ ഭയം ജനിപ്പിക്കുന്ന കാര്യമാണ്. എന്തൊക്കെ പ്രവൃത്തികളാണ് ഭാവിയിൽ ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്ക കിട്ടിയിട്ടില്ല. പലതരത്തിലുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അമേരിക്ക മാറിയിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ 2 മേഖല ആണവായുധത്തിനേക്കാൾ കാഠിന്യമുള്ളതാണ്. ചെങ്കടൽ എന്ന് പറയുന്നതും ഹോർമുസ് കടൽ എന്ന് പറയുന്നതും. ഈ 2 ഭാഗവും ബ്ലോക്ക് ചെയ്താൽ
ലോകാടിസ്ഥാനത്തിൽ സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യവും അനുഭവിക്കും. അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയ്ക്കും ഭാവിയിൽ തങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന് ഇറാൻ കണക്കൂട്ടുന്നു. അതിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഈ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 5-ാമത്തെ വർഷമായി. ഗസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 2-ാമത്തെ വർഷമായി. ഇപ്പോൾ സമാധാനമാണെങ്കിൽ പോലും ഈ യുദ്ധങ്ങളൊക്കെ നടന്ന സമയത്തും ഇനി സുഡാനിലെ ആഭ്യന്തര കലാപങ്ങളും വിഷയങ്ങളും നടന്ന സമയത്തൊന്നും ലോകാടിസ്ഥാനത്തിൽ അത് സാമ്പത്തിക വിഷയത്തെയോ അതിൻ്റെ സംവിധാനത്തെയോ ബാധിച്ചിട്ടൊന്നുമില്ല. അതങ്ങനെ ഒരു സൈഡിലൂടെ പോയിട്ടുണ്ട് എന്ന് മാത്രം. എന്നാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആദ്യത്തെ പ്രാവശ്യം തന്നെ അത് ബാധിച്ചു കഴിഞ്ഞു ലോകത്തെ എമ്പാടും. അപ്പോൾ അതിന് കുറച്ചും കൂടി കാഠിന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന സാമ്പത്തിക മൂല്യം അവർക്കുണ്ടാകുന്നു. അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഇറാനുണ്ട്. അതേപോലെ തന്നെയാണ് ചെങ്കടൽ. ഈ രണ്ട് ചെങ്കടൽ, ഈ നമ്മളിപ്പോൾ ഷിയാ വിഭാഗത്തെ നോക്കുന്ന സമയത്ത് ഷിയാ രാജ്യങ്ങൾ ലോകത്ത് 3 രാജ്യമാണ് കാര്യമായിട്ടുള്ളത്. 1 ഇറാനാണ്, 2 ഇറാഖാണ്, 3 അസർബൈജാനാണ്. അസർബൈജാൻ ഇസ്രായേലിനോടും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. ഇറാനുമായിട്ട് ബന്ധം താരതമ്യേന കുറവാണ് അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ശേഷിക്കുന്ന ഇറാഖാണ്. ഇറാഖ് ഏറെക്കുറെ ഇറാനുമായിട്ട് സഹകരിക്കുന്ന രാജ്യമാണ്. ഒരേ നയങ്ങളും ഒരേ നിലപാടും ഷിയാ വിഭാഗങ്ങൾ പിന്തുടരുന്ന ആത്മീയ നേതൃത്വത്തെ അപ്പാടെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഇറാഖിലുള്ളത്. ലോകാടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങൾ, മറ്റ് മുസ്ലിം രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് 2-3 രാജ്യത്തെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സുന്നി രാഷ്ട്രങ്ങളാണ്. 56 മുസ്ലിം രാജ്യങ്ങളിൽ 38ഓളം രാജ്യങ്ങൾ സുന്നി രാജ്യമാണ്. അതങ്ങനെ പോകുന്നുണ്ട് എന്ന് ചുരുക്കം. എന്നാൽ ഈ 2 ഷിയാ രാജ്യം ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. 2 കടലിടുക്കുകൾ, ചിന്ന കടലിടുക്ക്. ഇതിൻ്റെ വലിപ്പം നോക്കുന്ന സമയത്ത് ഹോർമുസിൻ്റെ വലിപ്പം 90 കിലോമീറ്ററാണ് നീളം, 15 മുതൽ 30 കിലോമീറ്ററാണ് വീതി. 2 രാജ്യം അതിർത്തി പങ്കിടുന്നു. ഒരു ഭാഗം ഇറാന്, ഒരു ഭാഗം ഒമാൻ അതിൽ യാതൊരു അധികാരമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ ഇടപെടൽ. ഒമാൻ അതിന് പരാതിയില്ല. ഇറാനുമായിട്ട് കൊമ്പ് കോർക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവരെന്താണോ പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഈ കൊലീഷൻ സഖ്യത്തിൽ പോലും ഒമാൻ മാറി നിന്നു. ഇറാനെതിരെ ഇല്ല, ഞങ്ങളില്ല. UAE മാറി നിന്നത് നമുക്കറിയില്ല, അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ഈ 2 ചെറിയ കടൽ, ഹോർമുസ് കടൽ, ഇതിൽ ചെങ്കടൽ ഒരു 8ഓളം രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ചെങ്കടൽ കഴിഞ്ഞിട്ട് പിന്നീട് ബാബുൽ മന്ദബ് എന്ന് പറയുന്ന ചെറിയ കടലിടുക്കാണ്. അത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. ചെങ്കടലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇപ്പോൾ അവർക്ക് ഉള്ള പോലെയാണ് അവർ പെരുമാറുന്നത്. അതിനെ എതിർക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വരുന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 കടൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇറാൻ ഉണ്ടായാൽ ലോകത്തെ കീഴടക്കാൻ ഇറാൻ എളുപ്പം സാധിക്കും. അതിപ്പോൾ സാധിക്കുന്നുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അമേരിക്ക യഥാർത്ഥത്തിൽ പൊട്ടന്മാരാണ്. അവർ ഒരുപാട് ആയുധം ഉണ്ടായിട്ട് കാര്യമില്ല. ആയുധം കൊണ്ടും ശക്തി കൊണ്ടും സൈനിക ബലം കൊണ്ടും യുദ്ധവിമാനങ്ങൾ കൊണ്ടും യുദ്ധക്കപ്പലുകൾ കൊണ്ടും അല്ല ഇറാൻ അമേരിക്കയെ അതിജീവിക്കുന്നത്. ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടാണ്. വളരെ ഷോർട്ടായ രീതിയിൽ, വളരെ എളുപ്പത്തിൽ അവരെന്ത് ചെയ്യുന്നു, അത് കൈകാര്യം ചെയ്യുന്നു. അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെറിയ സാമ്പത്തികം മുടക്കിയിട്ട് ആക്രമിക്കാൻ പറ്റുന്ന എവിടെയാണെന്നറിയോ? അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ബേസ്. അത് ഇതുവരെ ചരിത്രത്തിൽ ഒരു രാജ്യവും ഉപയോഗിക്കാത്തതാണ്. റഷ്യയും ചൈനയും പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചരിത്രത്തിലുണ്ടായിട്ടില്ല. അവർ ലോകത്തിൻ്റെ പ്രൗഢിയോടുകൂടി സൂപ്പർ പവറുള്ള രാജ്യമായിട്ട് നിലനിൽക്കുന്നു എന്ന് എല്ലാ കാലത്തും പറയുകയും അതൊരു യാഥാർത്ഥ്യമായ സംഭവമായിട്ട് ലോകം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇറാഖ് യുദ്ധ സമയത്തൊക്കെ യഥാർത്ഥത്തിൽ ഇറാഖിലെ സൈനികരെ ഭയപ്പെടുത്തിയിട്ടാണ് അമേരിക്ക കീഴ്പ്പെടുത്തിയത്. ആ ഭയം, അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം പഠിച്ചു കഴിഞ്ഞു. ആ യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ അതിജീവനവും അതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ റൂട്ടുകളും എങ്ങനെയൊക്കെ ആവണം എന്ന് പഠിച്ചതാണ് ഇറാൻ ഇറാഖ് യുദ്ധം. 1979 ഇസ്ലാമിക വിപ്ലവം നടന്ന് ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ ഭരണം വന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് വന്നു. 79 ഇസ്ലാമിക റിപ്പബ്ലിക് വരുന്നു. 980 യുദ്ധം ആരംഭിക്കുന്നു. ഇറാൻ ഇറാഖ് യുദ്ധം 8 വർഷം നീണ്ടുനിന്നു. 10 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു.
ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാൻ വരുത്തിയതല്ല, ഇറാഖ് വരുത്തിയതാണ്. ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം നടത്തിയതാണ്. കുറേ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് അവരന്ന് പറഞ്ഞത്. പക്ഷെ അതിജീവിക്കാൻ ഇറാന് സാധിച്ചു. 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാതെ 8 കൊല്ലം യുദ്ധം ചെയ്തു. ഈ യുദ്ധം ചെയ്ത സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതാണ് 79-ൽ. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയത് 1947 നമുക്കറിയാം. 47-ൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീട് ഇന്ത്യ രാജ്യമാക്കാൻ 10 വർഷത്തിലധികം എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ത്യയൊക്കെ നാട്ടുരാജ്യങ്ങളാണ്. കാശ്മീരൊക്കെ ഇപ്പോൾ 370 വകുപ്പൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊരു നാട്ടുരാജ്യമായിരുന്നു. ആ നാട്ടുരാജ്യത്തെ, കാശ്മീർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് ഇന്ത്യയുടെ സഹായം തേടിയിട്ടാണ് ഇന്ത്യൻ യൂണിയനിലെ കരാർ വ്യവസ്ഥ പ്രകാരം വന്നത് എന്ന് നമുക്കറിയാം. പല നാട്ടുരാജ്യങ്ങളാണ്. ഈ നാട്ടുരാജ്യങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയത്. സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ ഇന്ത്യയുടെ പിതൃത്വത്തിൻ്റെ ഒരു ദേശീയത അടയാളപ്പെടുത്തുന്ന വ്യക്തിയാണെന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അദ്ദേഹമാണ് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഈ രാജാക്കന്മാരുമായിട്ട് സംസാരിച്ച് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കിയത്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ സമയം ഒരുപാടായതുകൊണ്ട് ചുരുക്കി പറയാണ്, ഈ ഒരു സംവിധാനങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ അവർ പഠിച്ചതാണ്. ഇങ്ങനെയൊക്കെയാണ് യുദ്ധം എന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 79-ൽ രാജ്യമായിട്ടുണ്ടെങ്കിൽ പോലും രാഷ്ട്ര സംവിധാനമാകാതെ ഇറാഖുമായിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടും അതിജീവിക്കാൻ സാധിച്ച രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാൻ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വളരെ കൃത്യതയോടുകൂടി എല്ലാ അറബ് രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സഖ്യം നിങ്ങൾക്ക് നാശങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും, അതുകൊണ്ട് മാറി നിൽക്കണം. എല്ലാ രാജ്യവും വിറച്ചുപോയി. ഇപ്പോൾ ചെങ്കടലിൽ സൗദി അറേബ്യ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.